പോണ്? ഏത് പള്ളിയിൽ? അമ്മ എവിടെ പോണ്? എവിടെ പോണ്? ഏത് പള്ളിയിൽ? യെസ് ഗൈസ്, നമ്മൾ എടത്തോ പള്ളിയിൽ വന്നിരിക്കുവാണേ. നമ്മൾ എത്തിയപ്പോൾ തന്നെ നല്ല താമസിച്ച് രാത്രിയായി. അപ്പോൾ വരുന്നതും വന്നു കഴിഞ്ഞതിന് ശേഷമുള്ള വീഡിയോ ഒന്നും എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ രാവിലെ തന്നെ നമ്മൾ നേർച്ചയെല്ലാം തീർക്കാമെന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നേ. ഞാനും കീർത്തിയും ചുടുകല്ല് നേർച്ചയും അമ്മയ്ക്കും മുത്തുകോടയും ചുടുകല്ല് നേർച്ചയുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് പിന്നെ അവർക്ക് അമ്മയ്ക്കും അമ്മാമ്മയ്ക്കും എണ്ണ നേർച്ചയുണ്ടായിരുന്നു. അതൊക്കെ ചെയ്ത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഈ പള്ളിക്ക് ചുറ്റും കാണാനായിട്ട് കുറേ നേരം നമ്മളിങ്ങനെ പള്ളിക്ക് ചുറ്റും നടന്ന് നല്ല രസമുണ്ടായിരുന്നു. ഈ പള്ളിയും കായലൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. കുറേ നേരം അവിടെയൊക്കെ നിന്ന് അത് കഴിഞ്ഞ് ഞാനും കീർത്തിയും പിന്നെ കറക്കമായിരുന്നു പള്ളിക്ക് ചുറ്റും. ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി ആയിരുന്നു കേട്ടോ. ഇങ്ങനെ നടക്കുമ്പോൾ പള്ളിയുടെ അവിടെയൊക്കെ പോയി നിൽക്കുമ്പോഴത്തേക്കും നല്ല രസമുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഞാനും കീർത്തിയും അമ്മയും അമ്മാമ്മയൊക്കെ കൂടെ ഒന്ന് കടയിലോട്ടൊക്കെ പോയി. സാധനമൊന്നും മേടിക്കാനൊന്നുമല്ല, എല്ലാം ഒന്ന് നോക്കി വയ്ക്കാം എന്നുള്ള രീതിക്ക് നമ്മളെല്ലാം നോക്കി വയ്ക്കാനായിട്ട് പോയി. എന്ത് രസമായിരുന്നെന്നോ, കുറേ സാധനമുണ്ട്. കാണുമ്പോൾ എല്ലാം അങ്ങ് എടുത്തോളാന്ന് തോന്നും, പക്ഷേ ഒന്നും എടുക്കാൻ പറ്റൂലല്ലോ. അങ്ങനെ എല്ലാം കണ്ടിങ്ങനെ നോക്കി നടന്നു. പിന്നെ അമ്മാമ്മയ്ക്ക് ചായയൊക്കെ വാങ്ങിച്ചു കൊടുത്ത് നമ്മൾ പിന്നെ അങ്ങനെ നടന്നു. നമ്മുടെ അവിടെ ഈ മസാലപ്പൊടി കാണുമ്പോഴേ അപ്പോൾ എന്തുമാണോ ഒന്നാ ഇത് ഞാൻ കണ്ടിട്ടുള്ളത്, ഇവിടെയും കണ്ടിട്ടുണ്ട്, കന്യാകുമാരി പോകുമ്പോഴും കണ്ടിട്ടുണ്ട്. ഞാൻ വേറൊരിടത്തും ഇതുപോലെ ഇങ്ങനെ മസാലപ്പൊടികൾ വെച്ചേക്കുന്ന കണ്ടിട്ടില്ല. ഞാൻ പോവാത്തതുകൊണ്ടായിരിക്കും ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഫുഡ് കഴിക്കാനായിട്ട് പോകുന്നതാണ്. ഇടത്തിൽ വന്നിട്ടുള്ളവർക്കറിയാം, ഈ പാലത്തിലൊക്കെ നിന്ന് ഫോട്ടോയൊക്കെ എടുക്കാൻ നല്ല രസമുണ്ട്. അമ്മേനെ വിളിച്ചിട്ട് വരണില്ല, അമ്മയ്ക്ക് കായൽ കണ്ടാൽ മതി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാനായിട്ട് പോയി. നമ്മളിന്ന് കാപ്പി കഴിച്ചത് പൊറോട്ടയും ബീഫ് ഫ്രൈ ആയിരുന്നു കഴിച്ചത്. അങ്ങനെ അതൊക്കെ കഴിച്ച് കീർത്തിക്ക് പിന്നെ ഒരു ചോക്കോ പൈയൊക്കെ വേണമെന്ന് പറഞ്ഞാൽ അതൊക്കെ മേടിക്കാനൊക്കെ ആയിട്ട് കയറി. അതൊക്കെ കഴിഞ്ഞ് പിന്നെ പർച്ചേസിങ് ആണ്. നേരത്തെ കടയൊക്കെ നോക്കി വെച്ചത് കൊണ്ട് എളുപ്പമുണ്ടായിരുന്നു. ഏതൊക്കെ എവിടെയുണ്ട് എന്ന് നമുക്ക് പിന്നെ അന്വേഷിച്ച് നടക്കേണ്ടി വന്നില്ല, എല്ലാം നോക്കി വെച്ചിട്ടായിരുന്നു പോയാൽ. അങ്ങനെ കുറേ നടന്ന് സാധനമൊക്കെ അത്യാവശ്യത്തിന് സാധനമൊക്കെ മേടിച്ച് കീർത്തി നമുക്ക് അലുവയൊക്കെ മേടിച്ചു തന്നെ. അതൊക്കെ കഴിഞ്ഞ് പിന്നെ പുണ്യാളനെ കാണാൻ പോയി. നമ്മൾ ഉച്ചയ്ക്കാണ് പുണ്യാളനെ, ഉച്ചയ്ക്കല്ല ഒരു 11 മണിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് പോയത്. രാവിലെ നല്ല തിരക്കായിരുന്നു, സൺഡേയും കൂടെ ആയിരുന്നു. അപ്പം നല്ല തിരക്കുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് പുണ്യാളനെ കണ്ടപ്പോൾ എന്തോ ഉള്ളിൽ സങ്കടമൊക്കെ വന്നു. അത് കഴിഞ്ഞ് നമ്മൾ കുട്ടനാട് പോയി. അത് അടുത്ത വീഡിയോയിലാണ്. അപ്പോൾ ഓക്കെ, ബൈ ബൈ.